ജാതി മത വർഗ ഭേദമന്യേ അയലത്തെ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോമാഷ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കേൾക്കുന്ന നിരീശ്വരവാദികളോടും മൈത്രേയൻ ആരാധകരോടും പറയട്ടെ, എന്നോട് കോപിക്കരുത്. 3 നേരം നിസ്കരിക്കുന്ന പുണ്യമാസത്തിൽ തുപ്പൽ പോലും ഇറക്കാതെ സക്കാത്ത് നൽകി പ്രാർത്ഥിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ മാലയിട്ട് നോമ്പ് നോറ്റ് ശാസ്താവിനെ കാണുവാനായിട്ട് 18-ാം പടി ഭക്തിപൂർവ്വം കയറി മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാരുടെയും കുരിശിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും നാടാണ് കേരളം. മൗലികവാദികളും രാഷ്ട്രീയക്കാരും എത്രത്തോളം ശ്രമിച്ചാലും ഇവിടുത്തെ സത്യവും അഖണ്ഡതയും സ്നേഹവും പരസ്പര വിശ്വാസവും തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കേരളത്തിന്റെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും ഊന്നി നിൽക്കുന്നതാണ്. ഇവിടെ അമ്പലത്തിലെ പ്രാർത്ഥനകൾ, ഗീതങ്ങൾ ഉയരുമ്പോഴും പള്ളി മണികൾ കേൾക്കുമ്പോഴും ബാങ്ക് വിളികൾ ഉയരുമ്പോഴും ഇപ്പോഴും ബഹുമാനത്തോടു കൂടി ഈശ്വര അനുഗ്രഹിക്കണമേ, അള്ളാഹ് രക്ഷിക്കണമേ, കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്നേഹത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, മറുഭാഗത്ത് ബ്ലാക്ക് മാജിക്കും ആഭിചാര ക്രിയകളും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്ലാച്ചി? ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളില് 7ന്റെ പണി കൊടുത്ത സീസണില് ഓരോരുത്തരുടെ അടിവസ്ത്രങ്ങൾ പോലും എണ്ണി തിട്ടപ്പെടുത്തിയാണ് മത്സരാർത്ഥിന് കൊടുത്തപ്പോൾ ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും അനുവാദമില്ലാതെ എങ്ങനെയാണ് പ്ലാച്ചി അതിന്റെ ഉള്ളില് കയറി പറ്റിയത്? പ്ലാച്ചിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മന്ത്ര ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ടോ? ബിഗ് ബോസ് ഹൗസിന്റെ പല സ്ഥലങ്ങളിലും മന്ത്രം ജപിച്ചിട്ടുള്ള തകിടുകൾ കുഴിച്ചിട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ആരോഗ്യ ശ്രീമാൻ ഷിയാസ് കരീം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ പ്ലാച്ചി നെവിന്റെ റീ എൻട്രിയെക്കാളും എത്ര മനോഹരമായിട്ടാണ് തിരിച്ചു വന്നതെന്ന് ഇവിടെ നമ്മൾ ഓർമ്മിക്കുക. തൻ്റെ കാല് തൊട്ട് പിടിച്ചപ്പോൾ അനിമോള് അപ്പാനിയുടെ കാല് തൊട്ട് പിടിച്ചപ്പോൾ അപ്പാനി പറയുകയാണ്, ഒരു പ്രൈവറ്റ് കോൺവെർസേഷനാണ്, എന്നിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നളിയ, എനിക്ക് എന്താ തോന്നണമെന്ന് അറിയത്തില്ല അളിയ, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അളിയ. ഇത് കേരളം മുഴുവൻ കേട്ടതാണ്. അതുപോലെ തന്നെ വേറൊരു ഫ്രെയിം, എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വേദന കൊടുക്കുമ്പോൾ, ക്രിറ്റിസിസം നടത്തുമ്പോൾ കണ്ണടച്ച് മന്ത്രോച്ചാരണം നടത്തി പ്രാർത്ഥിക്കുന്ന അനിമോള്, അതുപോലെ തന്നെ പ്രാകുന്ന അനിമോള്, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. സ്റ്റാർ മാജിക്കിന്റെ ഉള്ളിൽ അനിമോളെ കളിയാക്കിക്കൊണ്ട് തങ്കച്ചൻ ഒരു പാട്ട് പാടി. അപ്പോൾ അനിമോൾ കരഞ്ഞു. അപ്പോൾ തങ്കച്ചൻ പറയുകയാണ്, ഇവള് വാ തുറന്നാൽ കള്ളം പറയും, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങൾ നടത്തും. ഒത്തിരി തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകളുടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. ഇവിടെ PR ചാനലുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു, പെയ്ഡ് യൂട്യൂബ് ചാനലുകൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. കേരള മനസ്സിന്റെ ആളുകളുടെ ചിന്തയെ മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ തന്നെ കയറി മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അതൊക്കെ ക്ഷണികമാണ്. കുറച്ചു നാളത്തേക്ക് സത്യം മൂടി വെക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വിജയിയെ ജനങ്ങൾ തിരിച്ചറിയുന്നു. യഥാർത്ഥ മനുഷ്യരെ ജനങ്ങൾ തിരിച്ചറിയുന്നു. നന്മയെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മീയതയെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നമുക്ക് ചെയ്യുവാനുള്ളത് സാത്താൻ സേവയ്ക്ക് പിന്നാലെ പോകരുത്. നിങ്ങളുടെ ആത്മീയത പിന്തുടരുക. നിങ്ങളുടെ ആത്മീയത അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുക, ആ പ്രാർത്ഥനകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നന്മ വരും, അന്യന് നന്മ വരും, അയൽപക്കക്കാരന് നന്മ വരും, എല്ലാവർക്കും നന്മ വരും. നമ്മളും നന്മ ചെയ്യുന്നവരായിട്ട് മാറും, നമ്മളും സ്നേഹിക്കുന്നവരായിട്ട് മാറും. നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കും. അല്ലാതെ സാത്താന്റെ പിന്നാലെ പോയാൽ, സാത്താൻ സേവയ്ക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ക്ഷണികമായിട്ടുള്ള സമ്പത്ത് കിട്ടും, ക്ഷണികമായിട്ടുള്ള വിജയം കിട്ടും, ക്ഷണികമായിട്ടുള്ള കപ്പ് നിങ്ങളെ തേടി വരും. പക്ഷേ അതിന്റെ അവസാനം അത്ര നല്ലതായിരിക്കുകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ കാരണവന്മാര്, നിങ്ങളുടെ കാരണവന്മാര് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ സാത്താൻ സേവയ്ക്ക് പിന്നാലെ പോകരുത്. അവൻ നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങളും ചെറിയ ചെറിയ നല്ലതൊക്കെ നൽകിയിട്ട് അവസാനം നമ്മളെ കാർന്നു തിന്നും, നമ്മുടെ ജീവിതം തന്നെ എടുക്കും. അതുകൊണ്ട് നന്മയുടെ, സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാം, ആത്മീയത വക്താക്കളായിട്ട് നമുക്ക് മാറാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക്